തെരഞ്ഞെടുപ്പ് കാലം എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ഒരുപാട് തലവേദനകൾ നിറഞ്ഞ സമയം കൂടിയാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയം എന്നത് പലപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, മുന്നണിക്കകത്ത് തന്നെ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കാറുണ്ട് എന്നത് നമുക്കറിയാം. ഇത്തവണയും അത്തരത്തിൽ തന്നെയാണ് സാഹചര്യം. പ്രത്യേകിച്ച് മലപ്പുറത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞുവെങ്കിലും LDF-നും UDF-നും പുതിയ വെല്ലുവിളികൾ ആണ് ഉയരുന്നത്. അതിൽ മങ്കടയിൽ മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് വിമതനായി മത്സരിക്കുന്നതാണ് ലീഗിന് തലവേദന. ഈ വിമതനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പൊന്നാനിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TM സിദ്ദിഖ് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് മണ്ഡലം സെക്രട്ടറി ചുമതലയിൽ നിന്ന് ഒഴിയുകയും അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നതാണ് CPIM-നെ പ്രതിസന്ധിയിൽ ആക്കുന്നത്. അപ്പോൾ ഇടതു വലതു മുന്നണികൾ ഒരുപോലെ തന്നെ തലവേദന നേരിടുന്ന ഇടമായി മലപ്പുറം മാറുമ്പോൾ ഞാൻ CV അനുമോദിലേക്കാണ് പോകുന്നത്. അനുമോദ്, ആദ്യം നമുക്ക് വലതുമുന്നണിയിലെ പ്രതിസന്ധി, പ്രത്യേകിച്ച് ലീഗിൻ്റെ ഇടമാണ് അവിടെ. വലതുമുന്നണി എന്നാൽ ലീഗ് തന്നെയാണ് മലപ്പുറത്ത്. അതുകൊണ്ട് തന്നെ ലീഗിലെ വിമതനെ അനുനയിപ്പിക്കുക എന്നത് സാധ്യമാണോ? അത്തരം നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ അനുമോദ്? അഭിലാഷ്, മങ്കടയിൽ ലീഗിന്റെ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റായ കുന്നത്ത് മുഹമ്മദാണ്. അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തിലേറെ താനിവിടെ പ്രവർത്തിക്കുന്നതാണ്. 8 വർഷമായി നിയോജക മണ്ഡലം പ്രസിഡന്റായി നിന്നതാണ്. പക്ഷേ ഏകപക്ഷീയമായിട്ടുള്ള തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. മഞ്ഞളാംകുഴി അലിയെ അല്ല, മഞ്ഞളാംകുഴി അലിക്ക് പകരം മറ്റാരെങ്കിലുമാണ് ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നെങ്കിൽ ഒരുപക്ഷെ താൻ മത്സരിക്കാൻ തയ്യാറാവില്ലായിരുന്നു. പക്ഷേ പാർട്ടി തന്നെ കേട്ടില്ല, അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തെ കേട്ടിട്ടില്ല. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിൽ യോജിക്കാൻ കഴിയുന്നതല്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അങ്ങനെ അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. ഇവിടെ കാത്തിരിക്കുന്ന ഒരു മാറ്റം ഇടതുപക്ഷം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയായ MP അലവിയെ LDF പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നാളെ ഉണ്ടാകുള്ളൂ എന്ന തരത്തിൽ തന്നെയാണ് LDF-ൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്ന വിവരം. LDF-ൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹം ഇതുവരെ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പോലും വോട്ടഭ്യർത്ഥന നടത്തുന്നില്ല. തീർത്തും ഒരു മരവിച്ച അവസ്ഥയിലാണ് അവരുടെ പ്രചരണമുള്ളത്. കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് LDF ഗൗരവത്തിൽ ആലോചിക്കുന്നത്. പക്ഷേ അത് നാളെ തീരുമാനിക്കൂ എന്ന തരത്തിലാണ് നമുക്കറിയാൻ കഴിയുന്നത്. തന്നെ ആര് പിന്തുണച്ചാലും സ്വീകരിക്കുമെന്നും LDF-ൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നുമാണ് കുന്നത്ത് മുഹമ്മദ് വിശദീകരിച്ചത്. മണ്ഡലത്തിൽ കൃത്യമായ വോട്ട് തനിക്കുണ്ട്. അത് LDF-ൻ്റെ കൂടി വോട്ട് ലഭിക്കുന്നതോടെ വിജയം ഇവിടെ സാധ്യമാണെന്നും മങ്കട മണ്ഡലം ആർക്കും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മുസ്ലിം ലീഗ് ആകട്ടെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞതാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അതേക്കുറിച്ചുള്ള ആലോചനകളില്ല. അദ്ദേഹം മത്സരിക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. മുസ്ലിം ലീഗിലൂടെ അദ്ദേഹം മത്സരിച്ചാലും ജയം നഷ്ടമാകില്ല എന്ന കണക്കുകൂടൽ തന്നെയാണുള്ളത്. ലീഗ് നേതൃത്വം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ആലോചനകൾ നടത്തുന്നില്ല. LDF അദ്ദേഹത്തെ കൂടെ ചേർക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഇതാണ് ലീഗ് നേരിടുന്ന പ്രതിസന്ധിയെങ്കിൽ അനുമോദ്, മറുഭാഗത്ത് LDF-ലും വലിയ പ്രതിസന്ധി തന്നെ നേരിടുന്ന സാഹചര്യമുണ്ട്. അവിടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും തന്നെയല്ലേ ഇത്തരത്തിൽ ചുമതലയിൽ നിന്ന് അടക്കം, പദവികളിൽ നിന്ന് അടക്കം ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ TM സിദ്ദിഖിനെ എത്തിച്ചത്? ആരോഗ്യപരമായ കാരണങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ പോലും അഭിലാഷ്, TM സിദ്ദിഖിന് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അദ്ദേഹം കോഴിക്കോട് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരുപക്ഷെ ഈ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിരാശ വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ കൂടി മറികടന്ന് അദ്ദേഹം മത്സരത്തിൻ്റെ രംഗത്തുണ്ടാകുമായിരുന്നു, പ്രവർത്തന രംഗത്തുണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അദ്ദേഹം മാറി നിന്ന് എന്താണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ ആ നിരാശ അദ്ദേഹത്തിന് മാത്രമായിരുന്നില്ല, ഒരു വലിയ ജനവിഭാഗങ്ങൾക്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർക്കുണ്ടായിരുന്നു. ആ നിരാശ കൂടി അദ്ദേഹത്തെ ഈ മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അങ്ങനെ വിലയിരുത്തേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ TM സിദ്ദിഖ് മാറി നിൽക്കുമ്പോൾ ഇടതുപക്ഷം പൊന്നാനിയിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. അദ്ദേഹം തീരദേശ മേഖലയിൽ നിന്നുള്ളൊരു നേതാവാണ്. ആ മേഖലയിലെ ജനവിഭാഗങ്ങളിൽ സ്വാധീനമുള്ളൊരു നേതാവാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങാൻ വരെ ഇടതുപക്ഷ സഖാക്കൾ, ഇടതുപക്ഷ CPM പ്രവർത്തകർ തയ്യാറായ ഒരു ചരിത്രം കൂടിയുണ്ട്.
അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തി അദ്ദേഹം അത്തരത്തിൽ ആരെയും പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ചെടുത്തതാണ്. ഈ പൊന്നാനിയിലെ സംബന്ധിച്ച് അദ്ദേഹത്തെ പോലെ സ്വാധീനമുള്ള മറ്റൊരു നേതാവ് ഇല്ലാത്ത സാഹചര്യത്തിലും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധം പൊന്നാനിയിൽ ഉയരുന്നുണ്ട്. ഫ്ലക്സുകളും സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരണമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ പങ്കുവച്ചതാണ്. ആ ഒരു ഘട്ടത്തിലാണ് MK സക്കീറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ മണ്ഡലത്തിൻ്റെ ചുമതലയിൽ നിന്നും അദ്ദേഹം മാറുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അദ്ദേഹം മാറി നിൽക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹം ആ മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് പ്രചരണത്തിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, അതില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം ഒരിക്കലും മറ്റൊരു തരത്തിലും മറ്റാർക്കും അത് മറികടക്കാൻ കഴിയണമെന്ന് ഒന്നാകണമെന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പകരം ചുമതല ഏൽപ്പിച്ചത് സലീമുദ്ദീൻ. അദ്ദേഹം പൊന്നാനി മേഖലയിലുള്ള നേതാവാണ്, ആ മേഖലയിലെ മുൻ ഏരിയ സെക്രട്ടറിയാണ്, മാത്രമല്ല നല്ലൊരു നേതാവെന്ന് പേരെടുത്ത വ്യക്തി കൂടിയാണ്. പക്ഷേ TM സിദ്ദിഖ് എന്ന തരത്തിൽ ഒരു തീരദേശ മേഖലയിൽ അദ്ദേഹം ഉണ്ടാക്കിയൊരു സ്വാധീനം ഒരുപക്ഷെ മറ്റൊരാൾക്ക് മറികടക്കാനാകുമോ, മറ്റൊരാൾക്ക് നേടാനാകുമോ എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രചരണം തന്നെയാകും തെളിയിക്കുക. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാരണങ്ങളാൽ TM സിദ്ദിഖ് മാറി മറ്റൊരാൾ വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മാറി നിൽക്കുന്നത് കടുത്ത മത്സരം നടക്കുന്ന പൊന്നാനിയിൽ അല്പം വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് പാർട്ടിക്ക് നൽകുന്നത്. യെസ്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും വിജയിക്കും എന്ന് UDF അവകാശപ്പെടുന്ന ജില്ലയാണ് മലപ്പുറം. മലപ്പുറത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകളുള്ളത്. 16 മണ്ഡലങ്ങൾ ഉണ്ട് എന്നതാണ് മലപ്പുറത്തിൻ്റെ പ്രത്യേകത. 16ഇടത്തും UDF തന്നെ വിജയക്കൊടി പാറിക്കും എന്ന് പറയുമ്പോൾ അത് ലീഗിൻ്റെ കോട്ടകളിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള ലീഗിന് തലവേദനയാകുന്നത് മങ്കടയിലെ വിമത സ്ഥാനാർത്ഥിയാണ് എങ്കിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അടക്കം ചില ആളുകൾക്ക് മാത്രം പദവികളും സ്ഥാനങ്ങളും നൽകുന്നു എന്ന ആക്ഷേപവും ആരോപണങ്ങളുമാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? അതിനു മുമ്പ് വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ? ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.